ഹലോ കൂട്ടുകാരി, ഇതുകൊണ്ട് കൊടിമുളകുമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ തിപ്പലി തൈകൾ വെച്ച് പിടിപ്പിച്ച് കണ്ടോ. തിപ്പലി ഇവിടെ ഉണ്ടായിരുന്നേ, നിറയെ കായ്ച്ചായിരുന്നു. ഇപ്പോൾ ഞങ്ങളത് കമ്പ് കണ്ടിച്ച് നട്ടേക്കുവാണ്, മുളച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ. മുളച്ചു കണ്ടോ, വെറും കമ്പ് നട്ടു വെച്ചാണ് അത് മുളച്ചു. ഇതിനാണ് തിപ്പലിയുടെ ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട്. ചുമ പോകാൻ നല്ലതാണ് കേട്ടോ. തിപ്പലി രസായനം നല്ല ചുമ പോകാൻ. എനിക്ക് ഭയങ്കര ചുമയായിരുന്നു 1-2 മാസമായിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചോ, പോയില്ല. പിന്നെ ഇത് മേടിച്ച് കഴിച്ചപ്പം പോയി. ഇത് ഉണ്ടാക്കിയല്ല കേട്ടോ, മേടിച്ചത് ആയുർവേദ കടയിൽ നിന്ന്. തിപ്പലി ലേഹ്യമേ, ഈ ചെടി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഞാൻ മണ്ണുത്തിയിൽ നിന്ന് ഒരു കമ്പ് മേടിച്ചുകൊണ്ട് നട്ടതാണ്. അപ്പോൾ നിറയെ ഉണ്ടായി, കായ് ഉണ്ടായിരുന്നു. ആ കായ് കൊണ്ടാണ് തിപ്പലി രസായനം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ കൊടിത്തണ്ട് പോലെ നട്ട് പിടിപ്പിച്ചാണ് കവറിനകത്തെ. ഇതും കൊണ്ടാണ് തിപ്പലി രസായനം ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ കായും കൊണ്ട്. ഇതിപ്പം കൊടിമുളകുമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. കണ്ടോ എത്ര എണ്ണമാണെന്ന് നോക്കി, എല്ലാം മുളച്ചു. അത് മുളയ്ക്കണേ കുറേ ദിവസം പിടിക്കുവേ. വെറും തണ്ട് നട്ടതാണ്. കണ്ടോ, ഇങ്ങനെ തണ്ട് നട്ട നല്ലപോലെ തഴച്ചു വളരുന്നുണ്ട്, മുളച്ചു വന്നു. തളിരില വന്ന് കണ്ടോ കൂട്ടുകാരെ. നല്ല മരുന്നാണ് തിപ്പലി രസായനം ഉണ്ടാക്കുന്നുണ്ട്. കൊടിമുളകുമായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് നിറയെ കൊടിമുളക് ഉണ്ടാവും. തിപ്പലി രസായനം പെട്ടെന്ന് ചുമ മാറി ഇത് കഴിച്ചാൽ. അങ്ങനെ 2-3 മാസമായി എൻ്റെ ചുമ. ഇത് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ കുറവ് വന്നേ. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചുമ മാറി. താങ്ക് യു കൂട്ടുകാരെ.